അത്യാഗ്രഹിയായ നായയും എല്ലിൻ കഷ്ണവും. ഒരിക്കൽ ഒരു നായക്കുട്ടി തന്റെ വീടിന്റെ പുറകിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴവൻ ഒരു ചെറിയ എല്ലിൻ കഷ്ണം കണ്ടു. ആ നായക്കുട്ടി അത് കടിച്ചെടുത്ത് ആരും കാണാതൊരിടത്തേക്ക് പോയി. അവിടെ ചെന്നിരുന്ന് നായക്കുട്ടി എല്ലിൻ കഷ്ണം രുചിച്ചു നോക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ നായക്കുട്ടി വല്ലാതെ ക്ഷീണിതനായി. ആ എല്ലിൻ കഷ്ണം അരികിൽ വെച്ച് നായക്കുട്ടി ഉറങ്ങാനായി തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ നായക്കുട്ടി എഴുന്നേറ്റു. അവന് വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലിൻ കഷ്ണം അവിടെ തന്നെ ഇട്ടിട്ട് പോവാൻ അവന്റെ മനസ്സ് അനുവദിച്ചില്ല. അതുകൊണ്ട് നായക്കുട്ടി അത് കടിച്ചെടുത്തുകൊണ്ട് അരികിലുള്ള നദിയുടെ അടുത്തേക്ക് പോയി. നദിയിൽ ആ നായക്കുട്ടി തന്റെ പ്രതിബിംബം കണ്ടു. അവിടെ മറ്റൊരു നായക്കുട്ടി വായിൽ എല്ലിൻ കഷ്ണവുമായി നിൽക്കുന്നുവെന്ന് അത്യാഗ്രഹിയായ നായക്കുട്ടി വിചാരിച്ചു. ആ എല്ലിൻ കഷ്ണം കൂടെ സ്വന്തമാക്കണം എന്ന് തീരുമാനിച്ചു. നായക്കുട്ടി കുരക്കാൻ തുടങ്ങി. അപ്പോൾ അവന്റെ വായിൽ ഉണ്ടായിരുന്ന എല്ലിൻ കഷ്ണം നദിയിലേക്ക് വീണു. അങ്ങനെ അവന്റെ എല്ലിൻ കഷ്ണം അവന് നഷ്ടമായി. ഈ കഥയുടെ ഗുണപാഠം എന്തെന്നാൽ അത്യാഗ്രഹം എന്നും നമുക്ക് ദുഃഖം മാത്രമേ നൽകൂ. അടുത്ത കഥ കേട്ടാലോ? കൊക്കും ഞണ്ടും. ഒരു വലിയ കുളത്തിനടുത്ത് വയസ്സായ ഒരു കൊക്ക് താമസിച്ചിരുന്നു. പ്രായത്തിന്റെ വയ്യായ്മകൾ കൊണ്ട് കൊക്കിന് മീനൊന്നും പിടിക്കാൻ പറ്റാതായി. അങ്ങനെ എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന കൊക്കിന് പെട്ടെന്ന് ഒരു കുബുദ്ധി തോന്നി. കൊക്ക് കുളത്തിനരികിൽ ചെന്നിരുന്ന് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ട് ആദ്യം വന്നത് ഒരു ഞണ്ടാണ്. എന്താണ് കൊക്കമ്മാവ, മീനൊന്നും പിടിക്കാതെ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? ഞണ്ട് ചോദിച്ചു. ഞാൻ മീൻതീറ്റ നിർത്തി. എന്റെ മരണം വരെ ഞാൻ ഇനി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല, കൊക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതെന്താ? കരയാതെ കാര്യം പറയൂ, ഞണ്ട് വീണ്ടും ചോദിച്ചു. നാട്ടിലെ ഒരു ജ്യോത്സ്യർ പറയുകയാണ് ഈ കുളം കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ പറ്റിപ്പോകുമെന്ന്. അടുത്ത 12 വർഷത്തേക്ക് ഇവിടെ മഴ പെയ്യില്ലെന്ന്. കുളം വറ്റിയാൽ നിങ്ങൾ മീൻകുഞ്ഞുങ്ങൾ എന്തു ചെയ്യും? അതോർത്താണ് ഞാൻ കരയുന്നത്. കൊക്ക് തന്റെ തന്ത്രം പ്രയോഗിക്കുവാൻ തുടങ്ങി. കുളം വറ്റുമെന്ന് കേട്ട് ഞെട്ടിപ്പോയ ഞണ്ട് ആ വാർത്ത പറയാൻ കുളത്തിനടിയിലേക്ക് പാഞ്ഞു. മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞു. എല്ലാവരും പേടിച്ചു. ഇനി എന്തു ചെയ്യുമെന്ന് അറിയാതെ അവർ കൊക്കിനോട് തന്നെ ഉപദേശം തേടി. 12 വർഷം മഴ പെയ്തില്ലെങ്കിലും വെള്ളം വറ്റാത്ത ഒരു കുളം എനിക്കറിയാം. ഞാൻ നിങ്ങളെ ഓരോരുത്തരായി അവിടെ എത്തിക്കാം, കൊക്ക് പറഞ്ഞു. മീനുകളെല്ലാം അതിനോട് യോജിച്ചു. എല്ലാവർക്കും സന്തോഷമായി. എല്ലാ ദിവസവും കൊക്ക് ഓരോ മീനുകളെ കൊത്തിയെടുത്ത് അടുത്തുള്ള കുളം ലക്ഷ്യമാക്കി പറന്നു. എന്നാൽ ആ മീനുകളെല്ലാം കൊക്കിന്റെ ആഹാരമായി തീരുന്നതായിരുന്നു സത്യം. പക്ഷെ അതാരും അറിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം ഞണ്ട് പരാതിയുമായി കൊക്കിനടുത്തെത്തി. കൊക്കമ്മാവ, അമ്മാവൻ മീനുകളെ മാത്രമാണ് രക്ഷപ്പെടുത്തുന്നത്. പുതിയ കുളത്തിലേക്ക് എനിക്കും പോകണം, ഞണ്ട് പറഞ്ഞു. മീനിനെ തിന്നുമടുത്ത കൊക്കിനെ ഞണ്ടിനെ തിന്നാൻ ഒരു കൊതി തോന്നി. അങ്ങനെ ഞണ്ടിനെ കൊണ്ടുപോകാൻ കൊക്ക് സമ്മതിച്ചു. ഞണ്ടിനെയും കൊണ്ട് കൊക്ക് പറക്കാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ മീനിന്റെ മുള്ളുകൾ കിടക്കുന്നത് കണ്ട ഞണ്ടിന് കൊക്കിന്റെ ദുഷ്ടബുദ്ധി മനസ്സിലായി. കൊക്കമ്മാവ, പുതിയ കുളത്തിൽ നമ്മൾ എപ്പോൾ എത്തും? ഒന്നും അറിയാതെ ഭാവത്തിൽ ഞണ്ട് ചോദിച്ചു. ഇവിടെ ഒരു കുളവുമില്ല, ഞാൻ നിന്നെ തിന്നാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് കൊക്ക് താഴത്തേക്ക് പറന്നിറങ്ങി. കൊക്കിന്റെ പുറകിലിരുന്ന ഞണ്ട് തന്റെ കൈകളാൽ കൊക്കിന്റെ കഴുത്തിൽ ഇറുക്കാൻ തുടങ്ങി. ശ്വാസം മുട്ടി രക്തം വാർന്ന് കൊക്ക് ചത്തു. തിരിച്ച് കുളത്തിലെത്തിയ ഞണ്ട് നടന്നതെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞു. പിന്നീട് ഒരുപാട് കാലം അവരെല്ലാവരും ആ കുളത്തിൽ സന്തോഷമായി ജീവിച്ചു. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. അറിയുന്ന കാര്യങ്ങളിലെ സത്യാവസ്ഥ മനസ്സിലാക്കി വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുക. അടുത്ത കഥ കേട്ടാലോ? പൂച്ചയും കുറുക്കനും. കുറേയേറെ നാളുകൾക്ക് ശേഷമാണ് പൂച്ച തന്റെ കൂട്ടുകാരനായ കുറുക്കനെ കണ്ടുമുട്ടിയത്. എവിടെയായിരുന്നു സുഹൃത്തെ? കുറെ ആയല്ലോ നിന്നെ കണ്ടിട്ട്, പൂച്ച ആവേശത്തോടെ ചോദിച്ചു. ഞാൻ അടുത്ത കാട്ടിൽ ചില പുതിയ വിദ്യകൾ അഭ്യസിക്കാൻ പോയതായിരുന്നു, കുറുക്കൻ പറഞ്ഞു. അതെയോ,
അത് എന്തൊക്കെയാണ് നീ പഠിച്ച പുതിയ വിദ്യകൾ? പൂച്ചയ്ക്ക് ആകാംക്ഷയായി. അതോ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 101 പുതിയ അറിവുകൾ. അതാണ് ഞാൻ പഠിച്ചത്, കുറുക്കൻ അഭിമാനത്തോടെ അറിയിച്ചു. ഓ, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 101 അറിവുകളോ? അത് കൊള്ളാമല്ലോ, എനിക്ക് കൂടെ ഒന്ന് പഠിപ്പിച്ചതാ, പൂച്ച കുറുക്കനോട് അഭ്യർത്ഥിച്ചു. അതിനെന്താ, ഇപ്പോൾ തന്നെ പഠിപ്പിച്ചു തരാം. കുറുക്കൻ യാതൊരു മടിയും കൂടാതെ തന്നെ പഠിച്ച ഓരോ വിദ്യകൾ പൂച്ചയെ കാണിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അതുവഴി ഒരു പുലി വന്നത്. വിശന്ന് വലഞ്ഞ പുലി മുന്നിൽ ഒരു കുറുക്കനെയും പൂച്ചയെയും കണ്ടു. അവരെ പിടിക്കാൻ മുന്നോട്ട് കുതിച്ചു. പൂച്ച അതിവേഗം ഒരു മരത്തിൽ ചാടിക്കയറി രക്ഷപ്പെട്ടു. പാവം കുറുക്കൻ താൻ പുതുതായി പഠിച്ച 101 വിദ്യകളിൽ ഏത് വിദ്യയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് ആലോചിച്ച് ആശയക്കുഴപ്പത്തിലായ കുറുക്കനെ പുലി അനായാസം പിടികൂടി ശാപിട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ട് മരത്തിലിരിക്കുകയായിരുന്ന കാക്കച്ചി പറഞ്ഞു, ഒരുപാട് അറിവുകൾ നേടിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഏത് സമയത്ത് എന്താണ് ഉപകരിക്കുക എന്നറിയുകയും അത് വേണ്ട പോലെ ഉപയോഗിക്കുകയും ചെയ്യാൻ അറിയുകയും വേണം. അടുത്ത കഥ കേട്ടാലോ? ആമയും താറാവുകളും. ഒരിക്കൽ ഒരു കാട്ടിൽ വലിയ തടാകമുണ്ടായിരുന്നു. ആ തടാകത്തിൽ 2 ഹംസങ്ങൾ താമസിച്ചിരുന്നു. ആ തണുത്ത തടാകത്തിൽ നീന്തുന്നത് വലിയ ഇഷ്ടമായിരുന്നു അവർക്ക്. ഹംസങ്ങളുടെ ഉറ്റ സുഹൃത്തായി ഒരു ആമയും ഉണ്ടായിരുന്നു. അവർ ഒരുപാട് സമയം ഒരുമിച്ച് ചിലവിടുമായിരുന്നു. കുറച്ചു ദിവസങ്ങളിൽ ആ കാട്ടിൽ മഴ പെയ്യുന്നത് കുറവായി. വേനൽക്കാലം ആയതുകൊണ്ട് ചൂടും കൂടി. അത് കാരണം തടാകത്തിലുള്ള വെള്ളം വറ്റി. അപ്പോൾ ആദ്യത്തെ ഹംസം പറഞ്ഞു, വെള്ളമില്ലാതെ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഇനിയും ഇവിടെ താമസിച്ചാൽ തീർച്ചയായും നമ്മൾ എല്ലാവരും മരിച്ചു പോകും. ഒടുവിൽ അവർ എല്ലാവരും ദൂരെ ഒരു തടാകത്തിലേക്ക് പറന്നു ചെന്ന് വസിക്കാമെന്ന് തീരുമാനമെടുത്തു. അപ്പോൾ ആമ പറഞ്ഞു, എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോകും. അത് കേട്ട ഹംസം പറഞ്ഞു, നിന്നെ കൊണ്ട് പറക്കാനാകില്ല, വേഗം നടക്കാനും പറ്റില്ല. ഞങ്ങൾ എങ്ങനെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും? അത് കേട്ട രണ്ടാമനായ ഹംസത്തിന് ഒരു ഉപായം തോന്നി. ഹംസം ഒരു വടിയെടുത്തു. ആമയോട് തന്റെ വാ കൊണ്ട് വടിയുടെ നടുകുവശം കടിച്ചു പിടിക്കാനായി ആവശ്യപ്പെട്ടു. ശേഷം ഹംസം ആമയോട് ഇപ്രകാരം പറഞ്ഞു, നീ വായ തുറക്കരുത്. ആമ പദ്ധതി മുഴുവൻ മനസ്സിലാക്കി. ആമ വടിയുടെ നടുവിൽ പിടിക്കുകയും 2 ഹംസങ്ങൾ അവരുടെ കൊക്കിൽ നിന്ന് വടിയുടെ 2 കോണുകളും പിടിക്കുകയും ചെയ്തു. വഴിയിൽ അവർ ഗ്രാമത്തിന് മുകളിലൂടെ പറക്കുകയായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ ആമയെ നോക്കി ആശ്ചര്യപ്പെട്ടു. 2 പക്ഷികൾ ആമയെ വടികൊണ്ട് എടുക്കുന്നത് കണ്ട് ഗ്രാമം മുഴുവനും ബഹളം വച്ചു. ഹംസത്തിന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ ആമ സംസാരിക്കാനായി വായ തുറന്നു. ഹംസങ്ങൾ പറഞ്ഞതുപോലെ ആമ നിലത്തേക്ക് വീഴുകയും മരിക്കുകയും ചെയ്തു. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ ലൈക്ക് ചെയ്യുകയും ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഒരു നല്ല കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.